إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖത്തിൽ എന്നോടുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് പല നന്മകളും പല പ്രവർത്തനങ്ങളും നമ്മുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വന്നു കഴിയുമ്പോൾ മനുഷ്യരായ നാം ഓരോരുത്തരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് അത്ഭുതത്തോടുകൂടി നാം അതിനെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ വിശ്വാസികളായ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായിക്കൊണ്ട് നമ്മുടെ പള്ളികളിൽ നിന്ന് നാം ബാങ്കുകൾ കേൾക്കാറുണ്ട്. നാം കൃത്യമായിക്കൊണ്ട് നമസ്കരിക്കുന്നവരുമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലും
ചില സമയങ്ങളിലും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യരായ നാം ഓരോരുത്തരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളമായി കൊണ്ട് കണ്ടുവരികയാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നമസ്കാരം കഴിഞ്ഞുകൊണ്ട് മാത്രമേ നാം ചെയ്യുന്ന ദിനേനയുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യാൻ പാടുള്ളൂ. ആദ്യമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മുടെ 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ജോലി തിരക്കുകൾ കാരണം, ഒരുപാട് യാത്രകൾ കാരണം നമസ്കാരത്തെ പൂർണ്ണമായി ഉപയോഗിക്കാത്ത, നമസ്കരിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് ഇളവ് തന്നിട്ടുണ്ട്. യാത്രയിൽ പോലും നമസ്കാരത്തിന് ഇളവുണ്ട്. പക്ഷേ എന്നിട്ടും ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണെങ്കിൽ തന്നെ പ്രിയമുള്ളവരെ, നാളെ പടച്ചറബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗമായിരിക്കും നഷ്ടപ്പെടുക. കാരണം മിഫ്താഹുൽ ജന്ന എന്ന പ്രവാചകൻ പഠിപ്പിച്ചത് ആ സ്വർഗത്തിന്റെ താക്കോല, ആ സ്വർഗത്തിന്റെ താക്കോല് നമ്മുടെ കൈകളിൽ ഇല്ലാതെ ആ പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ കൃത്യമായി കൊണ്ട് നമ്മൾ നമസ്കരിക്കേണ്ടി വേണം. കാരണം എത്ര വലിയ ജോലികളാകട്ടെ, എത്ര വലിയ യാത്രകളാകട്ടെ, അതെല്ലാം അതിനുശേഷം മാത്രമേ ആദ്യമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് അസ്സലാത്തു അവ്വലി വഖ്തിഹ, നമസ്കാരം അതിന്റെ കൃത്യമായി കൊണ്ട് നിർവഹിക്കാനാണ്. ബാക്കി എന്ത് സംഭവം, നാം ഏതൊരു പരിപാടികളാകട്ടെ, പക്ഷേ നമസ്കാരത്തിന് ശേഷം മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് നാം എത്ര ആളുകൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ ആത്മാർത്ഥമായി കൊണ്ട് ഖുശൂഅോടുകൂടി അള്ളാഹുവിന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി എത്ര ആളുകൾ ഇന്ന് നമസ്കരിക്കുന്നുണ്ട്. വെറും ചുരുങ്ങിയ ആളുകൾ മാത്രമേ ആ ഒരു നമസ്കാരത്തിലേക്ക് വരികയുള്ളൂ. നമ്മളെല്ലാവരും നമസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കണം, കൃത്യമായി കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം, കൃത്യമായി കൊണ്ട് സ്വതക്കകൾ ചെയ്യണം, ദീനിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്തും ആദ്യമായി കൊണ്ട് പറഞ്ഞത് അഖീമിസ് സ്വലാത്ത്, നിങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കാനാണ്. അപ്പോൾ നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. പ്രിയമുള്ളവരെ, ഒരു 5 നേരത്തെ നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട. ആ ബാങ്ക് കേട്ട് കഴിയുമ്പോൾ ജമാഅത്തായി കൊണ്ട് പുരുഷന്മാർക്ക് നമസ്കാരം നിർബന്ധമാക്കിയത് കാരണം ജമാഅത്തോട് കൂടിയുള്ള നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, പുരുഷന്മാരായ ആളുകളോട് നിങ്ങൾ കൃത്യമായി കൊണ്ട് പള്ളികളിൽ പോയി നമസ്കരിക്കണം. അതിനി സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ വീടുകളിൽ നമസ്കരിക്കണം. അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കണം. അതിന് അവന് സുഖമില്ലാത്തവനാണെങ്കിൽ, കൈയൊടിഞ്ഞാലും കാലൊടിഞ്ഞാലും അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തവനായാലും നമസ്കാരത്തിന് ഇളവ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നമസ്കാരം മുടക്കാൻ പറഞ്ഞിട്ടില്ല. എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ കിടപ്പറയിൽ കിടന്നാലും കിടന്നുകൊണ്ട് നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കാരണം നമസ്കാരം എന്ന് പറയുമ്പോൾ നാളെ പടച്ചറബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നാം ചിന്തിക്കണം. പ്രവാചകന്മാരുടെ കാലഘട്ടത്തില് നാം ഇന്ന് നമസ്കരിക്കുന്നത് പോലെ വലിയ തരത്തിലുള്ള പള്ളികളോ ഒരുപാട് സൗകര്യങ്ങളോ ഇല്ല. അവർ പേടിച്ച് വിറച്ചുകൊണ്ട് ശത്രുക്കൾ ആസകലം വളഞ്ഞു നിൽക്കുമ്പോഴും പടച്ചറബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കാതെ അവിടെ നിന്നുകൊണ്ടും കൃത്യമായി കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന് ഇസ്ലാം എത്രമായി കൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. കാരണം നമസ്കാരം എന്ന് പറയുമ്പോൾ വെറും 5 വഖ്ത് നമസ്കാരമേ ഉള്ളൂ. ആ നമസ്കാരത്തിന് പോലും നമുക്ക് സാധിക്കാതെ നാളെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് റബ്ബിന്റെ കാല് പിടിച്ചുകൊണ്ട് റബ്ബേ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറയാൻ ഉള്ള അവസ്ഥ വരരുത്. കാരണം കൃത്യമായി കൊണ്ട് നമസ്കരിക്കാൻ ഇന്ന് ധാരാളം സംവിധാനങ്ങളുണ്ട്, ധാരാളം സ്ഥലങ്ങളുണ്ട്. നമസ്കരിക്കാത്തതിന്റെ കുറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽവാസികൾ വാങ്ങില്ല, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ആരും ഏറ്റുവാങ്ങില്ല. അത് നാം മാത്രം അനുഭവിക്കേണ്ടതാണ്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമസ്കരിക്കാത്തവനുള്ള ശിക്ഷ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ പ്രയാസകരമായ ശിക്ഷയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി കൊണ്ട് അഖീമിസ് സ്വലാത്ത് എന്ന് പറഞ്ഞത്. നിങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കൂ.
നിങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കൂ. അതിനുശേഷമേ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമസ്കാരത്തിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന്. ആ പ്രാധാന്യം ഇസ്ലാം മാത്രം നൽകിയാൽ പോരാ, ആ ദീൻ അനുസരിച്ചുകൊണ്ട് ഇസ്ലാം, ആ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും അത് പിൻപറ്റണം. ആ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കണം. അതിനി ജോലികളെ ഓരോ ഓഫീസുകളിലായാലും എത്ര വലിയ ജോലികളിലായാലും എന്റെ ജോലിയെ അത് ബാധിക്കും, എന്റെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഒഴിവാക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കൃത്യമായി കൊണ്ട് നമസ്കരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ യാത്ര പോകുമ്പോഴാകട്ടെ, ഏത് സന്ദർഭങ്ങളിലാകട്ടെ, ഇനി നമസ്കരിക്കാൻ ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ടാകും. അങ്ങനെയല്ലെങ്കിൽ എന്താ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമസ്കരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരുപാട് പരിപാടികൾ നടക്കുമ്പോൾ ആ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതൊരു വഖ്ത് നമസ്കാരം അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം, അതിന്റെ സമയത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത് നമസ്കാരം അതിന്റെ മുറപ്രകാരം നിർവഹിക്കാൻ പറഞ്ഞത് എപ്പോഴാ? അത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി കൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കണം. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് എന്താ പറഞ്ഞു കൊടുത്തത്? നമസ്കാരം നിർബന്ധമാണ്, ഇല്ലേ? സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഫഇദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബികും ഫഇദാ അത്മനൻതും ഫഅഖീമുസ് സ്വലാത്ത ഇന്നസ് സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, തന്റെ അടിയന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നസ് സ്വലാത്ത, തീർച്ചയായും നമസ്കാരം എന്നുള്ളത്, കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, അത് സത്യവിശ്വാസികളായ എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായ കർമ്മമാണ്. അതിലൊരു സംവിധാനങ്ങളില്ല, അതിന് യാതൊരു ഇളവുമില്ല. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, അവൻ നമസ്കാരം നിർബന്ധമായി കൊണ്ട് നിർവഹിക്കലല്ലാതെ മറ്റൊന്നുമല്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ആ വിശദീകരണത്തിൽ പറയുന്നത്, നിങ്ങൾ യാത്രയിൽ പോയാലും അതുപോലെ തന്നെ രാത്രിയുടെ ഇരുളുകളിൽ ഇശാ നമസ്കാരം വൈകിയാലും ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുന്നവനാകണം. അതല്ലാതെ ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ അവൻ ധാരാളം സ്വതക്കകൾ ചെയ്യുന്നുണ്ടാകും, ഒരുപാട് അമലുകൾ ചെയ്യുന്നവനാകും. പക്ഷേ അവന്റെ ജീവിതത്തിൽ നമസ്കാരമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന ഓരോ സൽപ്രവർത്തികളും അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അവൻ എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും, അവൻ പാവങ്ങളെ സഹായിച്ചാലും, അവന്റെ ജീവിതത്തിൽ നമസ്കരിക്കാത്തവനാണെങ്കിൽ, പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്തവനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അവൻ ചെയ്യുന്ന ഒന്നും സ്വീകരിക്കുകയില്ല. നാം എന്തെല്ലാം സുദഖകൾ ചെയ്തവനാണ്, നാം എന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ നന്മയിലേക്ക് നയിച്ചവനാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ നമസ്കാരം എന്ന് പറയുന്ന, ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച നമസ്കാരം എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ ദിനേനയുള്ള പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്വർഗം നഷ്ടമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ ചെയ്യുകയോ നാളെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗം നഷ്ടമാവുക എന്നുള്ളത് എത്ര ഖേദകരമായ കാര്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ, നിങ്ങൾ എന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് സ്വഹാബ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതാ സ്വഹാബത്ത് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ, ഞങ്ങൾ എന്താണ് നബിയെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, സ്വഹാബ, നിങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്താക്കപ്പെട്ട നമസ്കാരങ്ങളുണ്ടല്ലോ, ആ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് കൃത്യമായി കൊണ്ട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. ആ നമസ്കരിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള
ബുദ്ധിമുട്ടുകളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, നിങ്ങളുടെ സങ്കടങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതൊരു പ്രശ്നവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുക തന്നെ ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഓരോ സകാത്ത് കൊടുക്കേണ്ട കാര്യം പറയുന്നുണ്ട്. പക്ഷേ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, നിങ്ങൾ ആദ്യമായി കൊണ്ട് നമസ്കരിക്കാനാണ്, അതിനുശേഷമാണ് വആതുസ് സകാത്ത് എന്ന് പറഞ്ഞത്. അതുപോലെ എത്രയെത്ര ആയത്തുകളിലൂടെയാണ് അല്ലാഹു പറഞ്ഞത്. എന്നാലും പ്രിയമുള്ളവരെ, ദുനിയാവിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ ദുനിയാവിലെ സുഖം മാത്രം അനുഭവിച്ച് ജീവിക്കുകയാണ്. അവൻ പള്ളികളിൽ നിന്ന് ഹയ്യാലൽ സ്വലാ എന്ന് കേൾക്കുമ്പോഴും ഹയ്യാലൽ ഫലാ എന്ന് കേൾക്കുമ്പോഴും അവനവന്റെ മൊബൈൽ ഫോണിലൂടെ അവൻ ഇഷ്ടപ്പെട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ദുനിയാവിലൂടെ ദുനിയാവിന്റെ കാലയളവിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളിക്കുന്നവൻ മനസ്സിലാക്കുന്നില്ല. എന്താണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളിക്കുന്നത്? എന്തിനാണ് പടച്ചവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? എന്തിനാണ് സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് പോലും അറിയാതെ ഓരോ മനുഷ്യനും ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലിലേക്ക് വിളിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ സഫലമാകുന്നത് അവൻ ചെയ്യുന്ന അവന്റെ നമസ്കാരങ്ങളിലൂടെയാണ്, അവൻ ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകളിലൂടെയാണ്, അവൻ ചെയ്യുന്നവന്റെ പ്രാർത്ഥനകളിലൂടെയാണ്. അതല്ലാതെ ദുനിയാവിലെ ചെറിയൊരു സുഖങ്ങൾക്ക് വേണ്ടി, ചെറിയൊരു ആസ്വാദനത്തിന് വേണ്ടി അവൻ ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അവനെ നശിപ്പിക്കുന്നത് ശൈത്താനിന്റെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ കളിയാണ്. അവൻ നമസ്കരിക്കാൻ പള്ളികളിലേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു കാഴ്ചകൾ കണ്ടുകൊണ്ട് അവന്റെ നമസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പിക്കുന്നത് അത് ശൈത്താനിന്റെ മാർഗമാണ്. എന്നാൽ ആ സമയത്തും കൃത്യമായി കൂടെ നമസ്കാരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ആ മനുഷ്യന്റെ മേലുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ തന്റെ അനുചരന്മാരായ ആളുകളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. ആ സമയത്ത് ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നില്ല, ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നില്ല. ആ സമയത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, യാ അബൂബക്കർ, എന്തുകൊണ്ടാണ് പള്ളിയിൽ ജമാഅത്ത് നടക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നമസ്കരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടെ ഉണ്ടായിരുന്ന അനുചരന്മാർ പറയുന്നുണ്ട്, നബിയേ, അങ്ങ് വരാതെ ഞങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് നബിയേ? അങ്ങ് ഇമാമ നിൽക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് നബിയേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വഹാബ, ഞാനൊരു നാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാനൊരു നാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ നിങ്ങൾ നമസ്കരിക്കുമോ സ്വഹാബ, അതോ നിങ്ങൾ നമസ്കരിക്കാതിരിക്കുമോ സ്വഹാബോ എന്ന് ചോദിക്കുമ്പോൾ അവരതാ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കും നബിയെ. കാരണം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ശുക്ർ ലഭിക്കണമെങ്കിൽ കൃത്യമായി കൊണ്ട് നമസ്കരിക്കണമെന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങല്ലേ ഞങ്ങൾ പഠിപ്പിച്ചു തന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത്രയേറെ സ്നേഹത്തോടുകൂടി ആ ഒരു സഹകരണത്തോടുകൂടി ആ മദീനത്തെ പള്ളിയിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് അവർ സന്തോഷം പങ്കിടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയാണ്. കാരണം വലിയ സന്തോഷമായി താൻ പറഞ്ഞു കൊടുത്ത കാര്യം ജനങ്ങൾ അംഗീകരിച്ചതിന്റെ പേരില് പ്രവാചകൻ സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാര് അവർ നമസ്കരിക്കാത്തത് കണ്ടു കഴിഞ്ഞാൽ നാം അവരോട് ഉപദേശം നൽകാൻ സാധ്യമാണോ? ഇല്ല. നാം അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ നമസ്കരിക്കണമെന്ന്? ഇല്ല, അതിന് നമ്മളെ കൊണ്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, മക്കളെ നമസ്കാരം പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ? അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നല്ലേ മക്കളെ നമസ്കാരം പഠിപ്പിക്കാൻ. നമ്മുടെ മക്കളെ എത്ര ആളുകൾ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും? ഉറു ഔലാദക്കും ബിസ്സലാത്ത് എന്ന ഹദീസ് ഉണ്ട്. പക്ഷേ നമ്മൾ എത്ര ആളുകൾ നമ്മുടെ മക്കളെ പള്ളികളിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകും? വേറെ അപൂർവം ആളുകൾ. മക്കളെ 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി 10 വയസ്സായിട്ടും അതിനും അവർ അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ എത്ര ആളുകൾ ഇത് കൃത്യമായി കൊണ്ട് ചെയ്യുന്നവരുണ്ട്? നമ്മൾ എത്ര ആളുകൾ ഇത് ദിനേന പ്രവർത്തിക്കുന്നവരുണ്ട്? ആലോചിച്ച് നോക്കണം. കാരണം നമസ്കാരം എന്ന് പറയുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഘടകമാണ്, അവന്റെ തൗഹീദിന്റെ ഒന്നാമത്തെ ഘടകമാണ് അവന്റെ നമസ്കാരം. നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈകൾ കെട്ടുന്നത് എന്താണ് അതിനർത്ഥം? അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ.
എന്ന് നാം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ ഓതി അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്തു. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. അത് തൗഹീദുള്ള ഒരു മനുഷ്യരെ അതിനെ കൃത്യമായി കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, തൗഹീദ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദൈവ ആരാധനയാ. ആ ഏകദൈവ ആരാധനയിലുള്ള മനുഷ്യന്റെ നമസ്കാരമാണ് യഥാർത്ഥ മൻഹജ് സലഫ് എന്നുള്ളത്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ റബ്ബ് ചോദിക്കും നിന്റെ നമസ്കാരത്തെ പറ്റി. നീ നമസ്കരിച്ച നിന്റെ നമസ്കാരങ്ങള്, നീ നേടിയെടുത്ത നിന്റെ നോമ്പുകള്, നീ ചെയ്ത നിന്റെ സ്വതക്കകള്, നീ ചെയ്ത നിന്റെ പ്രവർത്തനങ്ങള്, എല്ലാത്തിനെയും പറ്റി റബ്ബ് ചോദ്യം ചെയ്യും. എന്താണ് ചോദിക്കുന്നത്? നിന്റെ നമസ്കാരം ശരിയല്ലായിരുന്നല്ലോ. നീ നമസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാനല്ലേ? നീ നോമ്പെടുത്തത് ജനങ്ങളെ കാണിക്കാനല്ലേ? നീ അമലുകൾ ചെയ്തത് ജനങ്ങളെ കാണിക്കാനല്ലേ? നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ നമസ്കരിച്ചു, ഞാൻ നോമ്പെടുത്തു. പക്ഷേ റബ്ബ് പറയുന്നുണ്ട് നിന്റെ നമസ്കാരങ്ങൾ, നിന്റെ നോമ്പുകളും, നീ ചെയ്ത ഹജ്ജ് പോലും ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കില്ല. നിന്റെ ഉള്ളിലുള്ള വിശ്വാസം ശരിയല്ല. ജനങ്ങളുടെ മുമ്പിൽ നീ വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്ത നിന്റെ നമസ്കാരങ്ങൾ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം എത്ര നമസ്കരിച്ചവനാ, എത്ര നോമ്പെടുത്തവനാ, എന്തെല്ലാം സ്വതക്കുകൾ ചെയ്തവനാ. പക്ഷേ ഇതൊന്നും പടച്ച റബ്ബ് സ്വീകരിക്കില്ല എങ്കിൽ വെറുതെയായി നാം ചെയ്തത്. എത്രയോ വർഷത്തോളം നാം നമസ്കരിച്ചു, എത്രയോ വർഷത്തോളം നാം നോമ്പെടുത്തു, ആർക്ക് വേണ്ടി ചെയ്തു പ്രിയപ്പെട്ടവർ? അതുകൊണ്ടാണ് നാം എന്ത് ചെയ്യുമ്പോഴും റബ്ബിന്റെ ഒരു ശുക്ർ ഉണ്ടാകണം. പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിതത്തിൽ എന്തും ചെയ്യേണ്ടത്. അതിന് വാഹനം ഓടിക്കുമ്പോഴായാലും, നാം നടന്നു പോകുമ്പോഴായാലും, വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോഴായും എല്ലാത്തിലും റബ്ബുമായി കൊണ്ട് ചിന്തയുണ്ടാകണം, റബ്ബുമായി കൊണ്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകണം. എങ്കിലേ റബ്ബ് നമ്മിലേക്ക് അടുക്കുകയുള്ളൂ. ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുള്ളവനാണ്. ആ റബ്ബിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്കും അടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദിനേന ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നാം പരിശോധിക്കേണ്ടതുണ്ട്, ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. നാം നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞല്ലോ. നാം നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്താണ്? എന്തിനെ പറ്റിയുള്ള ചിന്തകളാണ്? റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ബോധമുണ്ടോ? അല്ലെങ്കിൽ തങ്ങളുടെ എന്തോ ആലോചനകൾക്ക് വേണ്ടി, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകളാണ് അവന്റെ ഉള്ളിലുള്ളത്? ആലോചിച്ച് നോക്കണം. നാം ദിനേന ചെയ്യുന്ന നമസ്കാരമാണ്. നാം നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? പല ആളുകളുടെയും ചിന്തകൾ വേറെയായിരിക്കും. ഇന്നത് നമ്മുടെ വേൾഡ് കപ്പ് നടന്ന സമയത്ത് പല ആളുകളുടെയും ചിന്ത അതിനെ പറ്റിയായിരുന്നു. അന്ന് എത്ര ആളുകൾ നമസ്കാരങ്ങളാണ് ഇല്ലാണ്ടായത്, എത്ര ആളുകളാണ് നമസ്കരിക്കാതെ അതിനുവേണ്ടി മുഴുകി സമയം ചെലവഴിച്ചത്. ഇതെല്ലാം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു സെക്കൻഡ്, ജീവിതത്തിലെ ഓരോ സെക്കൻഡുകൾ വരെ പടച്ച റബ്ബ് ചോദിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ ഓരോ സമയങ്ങൾ വരെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം ഈ സമയം നമുക്ക് അനുവദിച്ചു നൽകിയത് പടച്ച റബ്ബാണ്. ആ റബ്ബ് നൽകിയ സമയം നാളെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സമയങ്ങളും അല്ലാഹു ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട ജീവിതത്തിൽ ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ 5 നേരത്തെ നമസ്കാരം എന്നാണ് നാം ആദ്യ ഖുതുബയിൽ ചർച്ച ചെയ്തത്. നമുക്കറിയാം, നമസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ആളുകൾ നമസ്കരിക്കുന്നവരൊക്കെ തന്നെയാണ്. എന്നാൽ ആ നമസ്കാരത്തിനും ചില മര്യാദകളും ചില രീതികളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാരത്തിലേക്ക്, പള്ളികളിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകളും അതുപോലെ തന്നെ പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമസ്കാരത്തിന് മുമ്പുള്ള നമ്മുടെ വുളൂ എന്നുള്ളത്. ആ വുളൂ ശരിയാകാതെ അവന്റെ നമസ്കാരം ശരിയാകില്ല. നമ്മുടെ ചില ആളുകളുടെ വുളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള വുളൂകളായിരിക്കും. പെട്ടെന്ന് ഇപ്പോ തല തടവുമ്പോഴും അതുപോലെ തന്നെ കാല് കഴുകുമ്പോഴും മുഖം കഴുകുമ്പോഴും പ്രത്യേകം നനയാത്ത പല ഭാഗങ്ങൾ ഉണ്ടാകും. ആ
ആ ഭാഗങ്ങൾ നനയാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ നമസ്കാരം ശരിയാകില്ല. വുളു ശരിയാകാതെ അവന്റെ നമസ്കാരം ശരിയാകില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സാവകാശം ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പള്ളികളിൽ ജമാഅത്ത് നടക്കുന്ന സമയങ്ങളിൽ വുളു എടുത്തുകൊണ്ട് അത് ഇമാമ ഓതി സൂറത്ത് ഓതി തീരുന്നത് കണ്ട് ആ റക്അത്ത് എനിക്ക് കിട്ടണമെന്നുള്ള വാശിയോടുകൂടിയുള്ള ഒരു ഓടി വരലുണ്ട്. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. കാരണം ആ ഓടി വരവിൽ ഒരുപക്ഷെ നാം അവിടെ വീഴേക്കും, ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പരിക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് സാവകാശം വന്നാൽ മതി. ആ റക്അത്ത് നമസ്കാര ശേഷം എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ പോരെ, നമസ്കാരം ബാത്തിലാവുകയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പള്ളികളിൽ ഇരിക്കുന്ന സമയത്ത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതും വളരെ നിർബന്ധമായ കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ പള്ളികളിലേക്ക് നേരത്തെ വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ വക്തകൾക്കും നേരത്തെ എത്തുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ആ പള്ളികളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകളല്ലാതെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകളും എല്ലാത്തിനെയും പറ്റിയുള്ള ചർച്ചകളും അത് പള്ളിയിലുള്ള ആളുകളുമായി കൊണ്ട് പള്ളിയിൽ ഇരുന്നു കൊണ്ടുള്ള ചർച്ചകൾ അത് റസൂൽ വിരോധിച്ച കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടോ അതിനെക്കുറിച്ച് പറയുക. അതില്ലെങ്കിൽ ദീനിയായിക്കൊണ്ടുള്ള ഖുർആനുമായി തഫ്സീറുമായി പരിഭാഷകളുമായി കൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പള്ളികളിൽ നിന്ന്. കാരണം പള്ളികൾ അള്ളാഹുവിന്റെ ഭവനമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുന്നത് പോലെ രാഷ്ട്രീയം പറയാനുള്ള നിയമസഭകളല്ല, നമ്മുടെ ഇഷ്ടമുള്ളത് പറയാൻ നമ്മുടെ വീടുകളല്ല. കാരണം അള്ളാഹുവിന്റെ ഭവനമാണ്. ബൈത്തുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനം. ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ചില മര്യാദകൾ പ്രവാചകൻ പഠിപ്പിച്ച മര്യാദകളാണ്. ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മര്യാദകളുണ്ട്. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് ചൊല്ലേണ്ട ദിക്റുകളും നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ചെയ്യുന്ന ഓരോ നന്മകളും നാം കൃത്യമായിക്കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ, അതല്ലെങ്കിൽ ചില ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ, ഞാൻ ചെയ്യുന്നത് നാളെ പടച്ചറബ് എനിക്ക് പ്രതിഫലം നൽകുമോ എന്നുള്ള ഇതുപോലെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീന് പഠിക്കാനും അത് നമ്മുടെ ജീവിതം കണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, സഹോദരന്മാർ, അവരുടെ എല്ലാവരുടെയും കബറും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവരെയും നമ്മളെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.